ശരിയാടാ, നീ പറഞ്ഞ ശരിയാ. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. പക്ഷെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ വിളിച്ചു പറയെങ്കിലും എൻ്റെ മനസ്സിലൊന്നും ഇരിക്കില്ല. നിനക്ക് മിണ്ടാൻ തോന്നുമ്പോൾ നിൻ്റെ അടുത്ത് മിണ്ട്. എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ സോറി. വേണ്ട വേണ്ട, എനിക്ക് സമയം എടുക്കണമെന്നല്ല പറഞ്ഞു. സമയം എടുക്കും വീട്. നീ ഓക്കെ ആയിട്ട് എൻ്റെ അടുത്ത് മിണ്ടിയാ മതി. ഞാൻ ഓക്കെ ആയിട്ടല്ല, ദേഷ്യം വന്നു കഴിഞ്ഞാണ്ടല്ലോ നിന്റെ വായിന്ന് വരുന്ന പല വാക്കുകളുണ്ടല്ലോ അത്രയും അലമ്പാണ്. അത് കേൾക്കണവർക്കൊന്നും അത്ര ഇഷ്ടപ്പെട്ടു എന്ന് വരില്ലേ? ആടാ, ഞാൻ അലമ്പാ. എൻ്റെ അടുത്ത് നീ ഓക്കെ ആയിട്ട് മിണ്ടിയാ മതി. എന്ത് നീ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഓക്കെ ആവാൻ പറ്റില്ല. ഞാൻ ഇപ്പൊ പോയില്ലെങ്കിൽ വീട്ടിൽ പിടിക്കും. അതെ, പൊക്കോ. എനിക്ക് മെസ്സേജ് അയക്കൂ? അയക്കാം. ഞാൻ അയക്കണേക്ക് മുമ്പ് മെസ്സേജ് അയക്കണം. അയക്കാന്ന്. ഞാൻ എത്തിയൊന്ന് വിളിച്ചു വെക്കോ? വിളിക്കാം. ശരി, ലവ് യു. എന്തുട്ടാ നോക്കിയിരിക്കണ? ഒരു പടത്തിന്റെ ഫ്രീ ടിക്കറ്റ് കിട്ടിണ്ട് വരില്ല? ഇന്നില്ല, അല്ലെങ്കിൽ തന്നെ ഒരു അലമ്പായിട്ട് നിക്കണുള്ളൂ. ഇപ്പൊ അവള് വിളിക്കാന്നും പറഞ്ഞിട്ട് പോരാത്തതിന്. അപ്പൊ അലമ്പുണ്ടായിട്ട് പിണങ്ങിരിക്കുമ്പോ നീയാണോ സോൾവ് ആക്കാൻ വേണ്ടി ആദ്യം വിളിക്കാറ്? അതവള് വിളിക്കും. എന്തെങ്കിലും കുഴപ്പമുണ്ടാ? എപ്പോഴും അവളെ കൊണ്ട് ഇങ്ങോട്ട് വിളിപ്പിച്ചാലേ അവൾക്കൊരു വില കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് അവൾ ഇട്ടിട്ട് കൂട്ടാ. എന്നാ പിന്നെ ഇനി അങ്ങോട്ട് ഞാൻ വിളിച്ചാലോ അവളെ? അതായിരിക്കില്ലേ നല്ലത്? എപ്പോഴും പണങ്ങുമ്പോ അങ്ങോട്ട് വിളിക്കാൻ നിന്നാലേ അവള് നിനക്കൊരു പട്ടി വരും തരില്ലേ? അപ്പൊ പിന്നെ എന്താ ചെയ്യേ? എന്താ ചെയ്യാതെ ഇരിക്കറിയ? അങ്ങനെയാണെങ്കിൽ എന്റെ ലൈൻ പൊട്ടോടാ. ഞാൻ നിന്റെ ഒപ്പം വന്നിരിക്കോ? ഞാൻ അവളുടെ ഒപ്പം സൊല്ലിരിക്കില്ലേ? എന്തായാലും ഞാനില്ലടാ, ഫ്രീ ടിക്കറ്റ് കിട്ടിയില്ലേ, നീ ഒറ്റയ്ക്ക് പോവാ. ഒറ്റയ്ക്ക് എങ്ങനെയാടാ പോവാ? ഞാൻ ആരെങ്കിലും ഒപ്പൊക്കെ പോയിട്ട് എനിക്കത് ശീലായി. ഇപ്പൊ ആരും ഇല്ലാണ്ട് പറ്റണില്ലേ? നീ ഒന്ന് വെച്ചേ, ഞാൻ എൻ്റെ ഷുട്ടുമണിനെ വിളിക്കട്ടെ. എൻ്റെ ഷുട്ടുമണി കോൾ എടുക്കടാ. ഷുട്ടുമണി, നീ എന്താ എന്നെ വിളിക്കാന്ന് കൊണ്ട് വിളിക്കാൻ? ഞാൻ അല്ല, ഇന്നെന്താ നേരത്തെ വിളിച്ചത്? ഇന്ന് അച്ഛനമ്മയും മുട്ടണ അലമ്പാ. അമ്മ നിന്റെ അടുത്ത് കിടക്കണേ. നിന്റെ അച്ഛനമ്മ എന്നും അലമ്പാണോ? തല്ലൂട്ടായിട്ടാണ് അവിടെ പിള്ളേർ മൂന്നാ. ഇനിയിപ്പോൾ തല്ലൂട്ടൊന്നും ഇല്ലെങ്കിൽ നേഴ്സറി തുടങ്ങേണ്ടി വരും. സൗണ്ടൊന്നും കേൾക്കാനില്ല.